ഒരു സദസ്സിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഇവിടെ കൂടിയ നമ്മൾക്ക് പുറമെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികളും സത്യാന്വേഷികളും ഈ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരും SKICR-ലൂടെ ഈ പരിപാടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സംഘാടകർ ഓർമ്മപ്പെടുത്താൻ അറിയിച്ചു. അൽഹംദുലില്ലാ, ആരൊക്കെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ സദ്വഴിയിൽ പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു ആമുഖത്തിന് ആവശ്യമില്ലാത്ത വിധം സ്വാഗതം മുതൽ ആശംസ പ്രസംഗം മുതൽ അഭിവന്ദരായ ശൈഖുനയുടെ ഉദ്ഘാടന പ്രസംഗം മുതൽ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് ഈ പരിപാടിയുടെ പ്രാധാന്യവും ഇതിൻ്റെ ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്വവും ഈ പരിപാടി കൊണ്ടുള്ള ഗുണഫലങ്ങളെക്കുറിച്ചും ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, ഇൽമിനെ ആദരിക്കുക, ആലിമിനെ സ്നേഹിക്കുക, മാനിക്കുക എന്നുള്ള ചരിത്രത്തിന് മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സ്വർഗത്തിലേക്ക് അയക്കുമ്പോൾ ആ സൃഷ്ടികർമ്മത്തിന് നേതൃത്വം കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്വം മലായിക്കത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ എന്തു പരിഗണിക്കണം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ തരുന്ന കൃത്യമായ ധാരണ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്വം മലക്കുകൾക്ക് മീതെയാണ് എന്ന് മലക്കുകൾ അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയത്? അതിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽമ് നൽകുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇൽമിൻ്റെ അടിസ്ഥാനപരമായ കേന്ദ്രം ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹു വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു തആല പറയാ, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിൽ ഭക്തിയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം, ജീവിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹുവിൻ്റെ വിശേഷണമായി അല്ല പരിചയപ്പെടുത്തുന്നത് മുഅല്ലിം എന്നാണ്. മാത്രമല്ല, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആ മഹത്വം കൊണ്ടാണ് ആലിം മുഅല്ലിം എന്നുള്ള പദവി കൊണ്ടാണ് ആദരിക്കുന്നത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിവ് നൽകി ആദരിക്കുകയാണ്. മലക്കുകളോട് ഓരോ വസ്തുക്കളുടെയും നാമങ്ങളെക്കുറിച്ച് ആരായുമ്പോൾ മലക്കുകൾ കൈമലർത്തുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവ് പ്രകടിപ്പിക്കുമ്പോ ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പടച്ചവനെ, ഇത്രമേൽ അറിവ് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നിട്ടില്ല. നിന്റെ അറിവല്ലാതെ, നീ പകർന്ന അറിവല്ലാതെ ഞങ്ങളടുത്ത് ഒന്നുമില്ല. അല്ലാ, നീ ജ്ഞാനം നൽകി ആദരിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവും കഴിവും അംഗീകരിച്ചുകൊണ്ട് മലക്കുകൾ നമ്രശിരസ്കരായി നിൽക്കുമ്പോഴാണ് ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാനായ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുകയാണ്, വലൗ കാന ഫിൽ ഇംകാനി വുജൂദി ശൈഇൻ അശ്റഫ മിനൽ ഇൽം ഫകാന മിനൽ വാജിബി ഇൽഹാറു ഫദ്ലിഹി ബിദാലിക ശൈഇ ലാ ബിൽ ഇൽം. നമ്മൾ അറിയണം, മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ ഇൽമിനേക്കാൾ മഹത്വമുള്ള എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ മുഅല്ലിം എന്ന പദവിക്കപ്പുറത്തേക്ക് വല്ല പദവിയും അല്ലാഹു തആല നൽകുമായിരുന്നെങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം മലക്കുകൾക്ക് മീതെയാണെന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെ ഒരിക്കലും ഒരു മുഅല്ലിമാക്കുമായിരുന്നില്ല, ഇൽമ് നൽകി ആദരിക്കുമായിരുന്നില്ല. ഇൽമിനേക്കാൾ മഹത്വമുള്ള മഹത്വത്തിന്റെ മാനദണ്ഡം അറിവാണ് എന്നും ഔന്നത്യത്തിന്റെ അടയാളം അറിവാണ് എന്നും ലോകത്തെ പഠിപ്പിക്കുകയാണ് ആദിമ മനുഷ്യന്റെ പ്രഥമ ചരിത്ര സംഭവം എന്ന് മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതുതന്നെയാണ് അൽ ജാഹിലൂന ഫമൗ
قبل موتهم والعالمون وإن ماتوا فأحياء الجاهلون വിഡ്ഢികളായ ആളുകൾ അവർ മരിക്കുന്നത് തന്നെ മൃതിയടഞ്ഞവരാണ്, മരിക്കും മുമ്പേ മൃതിയടഞ്ഞവരാണ്. പണ്ഡിതന്മാർ വഫാത്തായാലും ഈ ലോകത്തോട് യാത്ര പറഞ്ഞാലും അവരേറെ ചൈതന്യത്തോടുകൂടെ നമ്മൾക്കിടയിൽ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് അറബിക്കവി പഠിപ്പിക്കുന്നതും അവിടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരുടെ ചരിത്രം പരതിയാൽ, വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ആലിമിനെ സ്നേഹിക്കുകയും ഇൽമിനെ മാനിക്കുകയും ചെയ്യലാണ് ദീനിന്റെ ചരിത്രം. അങ്ങനല്ലേ? അവിടെ തന്നെ മറ്റൊരു ചരിത്രവും ആരംഭിക്കുന്നുണ്ട്. ഇൽമ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുന്നു. ഈ ആദരണീയമായ പദവി മലായിക്കത്തിന് മുമ്പിൽ അല്ലാഹു തആല പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നു. ഇത് കണ്ട് മലായിക്കത്ത്, അനുസരണശീലരായ മലായിക്കത്തെല്ലാം അത്ഭുതത്തോടുകൂടെ പറയുന്നു, പടച്ചവനെ ഞങ്ങളിതാ സമ്മതിക്കുന്നു. മാത്രം പോരാ, തന്റെ ഗുരുനാഥനോടുള്ള ആദരവ് പ്രകടിപ്പിക്കണം, ഇൽമിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കണം. ഫസ്ജുദൂ ലി ആദമ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഫസജദൂ, എല്ലാ മലായിക്കത്തും സുജൂദ് ചെയ്യുകയാണ്. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒഴികെ. ഇബ്ലീസിന്റെ ആദ്യത്തെ പിഴവ് എവിടെയാണ്? ഒന്ന് കിബറാണ്, അതേപോലെ തന്നെ അസൂയയാണ്, ഹസദാണ്. അതിന് പ്രധാനപ്പെട്ട പ്രേരകമായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിവ് നൽകി ആദരിക്കുമ്പോ ഈ ആദരണീയമായ പദവി അംഗീകരിക്കാതെ ഞാൻ അതിനപ്പുറത്തുള്ള ആളാണെന്ന് വാദഗതിയുമായി കടന്നു വരുമ്പോ, മാത്രമല്ല ചില പൊളിവാദങ്ങളുമായി ഇബ്ലീസ് വന്നു. തീയും മണ്ണും നോക്കിയാൽ സൃഷ്ടികർമ്മത്തിന്റെ ധാതുവെക്കുറിച്ച്, അതല്ലെങ്കിൽ ഇതിന്റെ റോ മെറ്റീരിയലിനെ കുറിച്ച്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മലക്കിനെ സൃഷ്ടിക്കുന്നതും ജിന്നിനെ പടക്കുന്നതിന്റെയുമായ റോ മെറ്റീരിയലിനെ കുറിച്ച്, അസംസ്കൃത പദാർത്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ മണ്ണിനേക്കാൾ മഹത്വമുള്ളതാണ് തീയ് എന്ന് വാസ്തവത്തിൽ ഇബ്ലീസ് ന്യായം നിരത്തി. വാസ്തവത്തിൽ അത് വങ്കത്തരമായിരുന്നു. തീയ് എന്ന് പറയുന്നത് സംഹാരത്തിന്റെ അടയാളമാണ്, വിനാശത്തിന്റെ അടയാളമാണ്. മണ്ണ് എന്ന് പറയുന്ന സൃഷ്ടികർമ്മത്തിന്റെ ഉദാഹരണമാണ്. മനസ്സിലാണ്ടോ? ലോകത്ത് എന്തിന്റെയും നിർമ്മാണം, പ്രൊഡക്ടിവിറ്റി, അതിന്റെ ക്രിയാത്മകത നടക്കുന്നത് മണ്ണിൽ നിന്നാണ്. തീയ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം സംഹാരമാണ്, വിനാശമാണ്, നാശമാണ്. അവിടെ തീർച്ചയായും അതിന്റെ പദവിയുള്ളത് എന്തിനു തന്നെയാണ്? മണ്ണിനു തന്നെയാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നമുക്ക് കാണാനാകുന്നു. ഏതെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ആദ്യ ചരിത്രം ആരംഭിക്കുന്നത് ഇൽമിനെ ആദരിക്കുന്നതും ആലിമിനെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നീട് കടന്നു പോരുന്നതെല്ലാം ഇങ്ങനെ മഹത്തുക്കളെ നന്ദിയോടുകൂടെ സ്മരിക്കാനും മഹത്തുക്കളോടുള്ള ഓർമ്മ നിലനിർത്തുവാനും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക്കാനുമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതും വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا. യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം എണ്ണിത്തരുകയാണ്. എന്താണത്? അവര് പ്രാർത്ഥിക്കുന്നവരാണ്. യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ, പടച്ചവനെ സദ്വഴിയിൽ ഞങ്ങൾക്ക് മാർഗം തെളിയിച്ചു തന്നവര്, ഞങ്ങൾക്ക് മുമ്പേ നടന്നവര്, ഞങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് പടച്ചവനെ പുറത്തു കൊടുക്കണേ. പ്രാർത്ഥന പൂർണ്ണമായ മനസ്സുമായി പൂർവികരെ അനുസ്മരിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ ആ ലക്ഷണത്തിലേക്ക് ഉയർന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും ആവണം. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ, നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ അവരുടെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാ, ആരാണ് വല്ലദീന ഇഖ്വാനിന അല്ലദീന സബഖൂന, ആരാണ് പൂർവികരായ നമ്മുടെ സഹോദരന്മാർ? മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്നത് വൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ.
മുഹാജിരീങ്ങളാണ്, അൻസാരികളാണ്, അവരോട് നന്മയിൽ പിന്തുടർന്നു പോന്ന പൂർവികരാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. അതിനർത്ഥമെന്നാ എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യസമസ്ത അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയോടുള്ള കടപ്പാട് അലിഫ് പഠിപ്പിച്ചു തന്ന പുണ്യസമസ്തയോട് കാണിക്കണമെന്ന് അഭിവന്ദരായ ആലിമ്യങ്ങൾ നമ്മോട് പറയുമ്പോ ആ ഗുണത്തിന്റെ ഏറ്റവും പ്രയോക്താക്കളായ വലിയ പ്രയോക്താക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ കടപ്പെട്ടിരിക്കുന്നത് ഈ വഴിക്ക് നമ്മോട് ഏറെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിവന്ദരായ ആലിമ്യങ്ങളോട്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഈ സമയത്ത് ഈ സ്മരണ ശ്രദ്ധേയമാവുകയാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഓർക്കുക, ആലിമിനെ ആദരിക്കുക, ഇൽമിനെ ബഹുമാനിക്കുക. പ്രത്യേകിച്ചും വഫാത്തിന് ശേഷം അവരനുസ്മരിച്ചാൽ 3 ഗുണമാണുള്ളത്. ഒന്ന്, വഫാത്തായി ഖബറിൽ കിടക്കുന്നവർക്ക് അതിന്റെ പുണ്യം കിട്ടും. അതിന്റെ പുണ്യം കിട്ടും. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കഴിയുന്ന കാലം ഒരു ജനാസ അരികത്തിലൂടെ പോവുകയാണ്. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, അയാൾ നല്ല മനുഷ്യരായിരുന്നു, അയാൾ സത്യസന്ധനായിരുന്നു, പരോപകാരിയായിരുന്നു, ഒരുപാട് നന്മകൾ അയാളുടെ അവദാനങ്ങൾ വാഴ്ത്തിയപ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് വജബത്. അല്പം കഴിഞ്ഞില്ല, മറ്റൊരു ജനാസയെ കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി. അയാൾ മഹാദുഷ്ടനായിരുന്നു, മരിച്ചതുകൊണ്ട് സമൂഹം രക്ഷപ്പെട്ടു. അയാളുടെ തിന്മകൾ ഇങ്ങനെ അനുസ്മരിച്ചപ്പോ അപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖദ് വജബത്, അയാളും കടപ്പെട്ടിരിക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഒരാളെ കുറിച്ച് നന്മ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു വജബത്ത് എന്ന്, തിന്മ പറഞ്ഞപ്പോഴും അനുസ്മരിച്ചപ്പോഴും അങ്ങ് പറഞ്ഞത് വജബത്ത് എന്നാണ്. എന്താണ് ഇതിന്റെ പൊരുൾ ഹബീബേ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറാ വജബത് ലഹുൽ ജന്ന. ഒരാൾ വഫാത്തായി കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അയാളെ നന്മ അനുസ്മരിക്കാൻ ഒരു പിന്മുറക്കാർ ആത്മാർത്ഥമായി മുന്നോട്ട് വന്നാൽ അത് അവർക്ക് സ്വർഗം കടപ്പെട്ട് നിൽക്കാൻ, അവർക്ക് സ്വർഗം നിർബന്ധമാകാൻ അത് കാരണമാകും. നേരെ മറിച്ച് ഒരാളെ കുറിച്ച് നിങ്ങൾ തിന്മ അനുസ്മരിക്കാൻ മുതിർന്നാൽ അവർക്ക് നരകം കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലെ അല്ലാഹുവിന്റെ അവർക്കുള്ള സാക്ഷികളാണ്. സാക്ഷി വിസ്താരത്തിനനുസരിച്ചാണല്ലോ ഒരു ജഡ്ജി വിധി തീർപ്പ് കൽപ്പിക്കുക. സാക്ഷികളുടെ ന്യായങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഒരു ജഡ്ജിയുടെ വിധി തീർപ്പ് വരിക എന്ന് വരുമ്പോ ഈ ഉമ്മത്ത് മുഴുവൻ കണ്ടമിടറിക്കൊണ്ട് കരളുരുകി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ്, ഞങ്ങൾക്ക് 2 പതിറ്റാണ്ട് കാലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അല്ലാഹുവേ, ഒരുപാട് ഇൽമ ഈ ഉമ്മത്തിന് പകർന്നു കൊടുത്ത 6 പതിറ്റാണ്ട് കാലത്തോളം ഇൽമുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ച ഞങ്ങളുടെ പൂർവികരായ മഹത്തുക്കളുടെ ചരിത്രവും ചിത്രവും ഞങ്ങൾക്ക് പകർന്നു തന്ന ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വഫാത്തായി കിടക്കുന്നവരെ നമ്മൾ നന്മ കൊണ്ട് അനുസ്മരിച്ചാൽ, അവരുടെ സേവനങ്ങൾ നമ്മൾ വാഴ്ത്തിയാൽ അതവരുടെ ഖബറിലേക്ക് വലിയ ആശ്വാസമായി അല്ലാഹുവിന്റെ തീരുമാനത്തെ പോലും ബാധിക്കുമാറ്, ബന്ധിക്കുമാറ് അത് സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മജ്ലിസ് കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ പുണ്യം ഈ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. 2 പതിറ്റാണ്ട് കാലം ബഹുമാനപ്പെട്ട സമസ്തയുടെ അമരത്തിരുന്ന് ശൈഖുനാ ശംസുൽ ഉലമയുടെ വിയോഗാനന്തരം ഈ ഉമ്മത്തിനൊരു അവലാദിയുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ, കാറ്റും കോളും ഒരുപാട് അടിച്ചു വന്നപ്പോൾ അതിലെല്ലാം അതിശക്തമായ നങ്കൂരത്തിൽ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്തിയ മഹാനായ ശൈഖുനാ, അല്ലാഹുവേ, അവരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരുപാട് കള്ളത്വരീഖത്തുകൾ വന്നു,
ഒരുപാട് വിഘടനവാദികൾ കടന്നു വന്നു. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ ഒരുപാട് വാദഗതികൾ വന്നു. അതേപോലെ തന്നെ അൾട്രാ സെക്യുലറിസ്റ്റുകൾ ഒരു ഭാഗത്ത് രംഗത്ത് വന്നു. അതിനിടയിലെല്ലാം പിടിച്ചു നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന് നേരിന്റെ ദിശാബോധം നൽകിയിട്ട് യഥാർത്ഥ ദീനിന്റെ തീരുമാനം സമയോചിതമായി അറിയിച്ചു കൊടുക്കാൻ മുമ്പേ ഉണ്ടായിരുന്നു മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവേ മഹാനവരുടെ സേവനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അണമുറിയാത്ത നന്മയുടെ പ്രവാഹമായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും സപ്തവൻകരകളിലും ഇതുപോലെ ദുആ മജ്‌ലിസുകൾ നടക്കുകയാണ്, അനുസ്മരണ സദസ്സുകൾ നടക്കുകയാണ്, ജനാസ് നമസ്കാരങ്ങൾ നടക്കുകയാണ്. ഓരോ നിമിഷങ്ങളും ഓരോ മഹല്ലിലും ഓർക്കാനുള്ളത് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് സുഹൃതങ്ങളാണ്. അല്ലാഹുവേ, അതിന്റെ എല്ലാം പുണ്യം മഹാനവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞത് റഫഅല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ആലിമീങ്ങളുടെ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കുകയാണ്. ആ ഉയർത്തുന്നതിന് ഏറ്റവും വലിയ ആലിമായി കഴിയുമ്പോഴും ഏറ്റവും വിനയാന്വിതനായി നമുക്ക് മുമ്പിൽ മനോഹരമായ ജീവിതം കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ശൈഖുന, ഓർക്കൂ സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണഗണങ്ങൾ ഓരോന്ന് പരിശോധിച്ചാലും മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് കാണിച്ചു തന്ന ഉദാത്തമായ ഓരോ സദ്സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ കമ്പയർ താരതമ്യം ചെയ്താൽ അവിടെയെല്ലാം മനോഹരമായ മാതൃകയായി മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ പരിപാടിയുടെ ഒന്നാമത്തെ സുഖം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് മഹാനായ ശൈഖുനക്ക് ഇതിന്റെ ഒക്കെ ഒരു പുണ്യം കിട്ടുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. രണ്ടാമത് നമ്മുടെ മത്ലൂബായ വലിയൊരു ഇബാദത്ത് ചെയ്യുകയാണ്. ഈ സദസ്സിൽ സാധാരണ സദസ്സിലിരിക്കുന്നത് പോലെയല്ല, മഹത്തായ ഒരു അമലിന്റെ ഇബാദത്തിന്റെ ഭാഗമാണിത്. ഇവിടെ നമ്മൾക്ക് നൽകപ്പെട്ട പായസം ഇതൊരു ഇബാദത്തിന്റെ ഭാഗമാണ്. ഇവിടെ മഹാന്മാരായ സാദാത്യങ്ങൾ ദുആക്ക് നേതൃത്വം നൽകുമ്പോൾ അഭിവന്ദരായ ആലിമ്യങ്ങളുടെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് അറിവിന്റെ മനോഹരമായ നല്ല പാഠങ്ങൾ നൽകുമ്പോൾ അൽഹംദുലില്ലാഹ്, ഇത് നമ്മളോട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ഉദ്കുറൂ മഹാസിന മൗതാകും ഉദ്കുറൂ മഹാസിന മൗതാകും വകുഫു അൻ മവാസിഹിം ഹബീബുനാ റസൂലുള്ളാഹി. മഹാന്മാരുടെ മരിച്ചുപോയവരുടെ സുഹൃതങ്ങൾ അനുസ്മരിക്കുക, അവരുടെ നന്മകൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. പൂർവ്വപ്രവാചകന്മാരുടെ അവദാനങ്ങളല്ലേ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണുന്നത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ തന്റെ പ്രിയതമയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് മറ്റു ഭാര്യമാർക്ക് അസ്വസ്ഥതയുണ്ടാകുമാർ മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ പുകഴ്ത്തിയിട്ട് മറ്റു ഭാര്യമാർ പലപ്പോഴും അതിന് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരിച്ചവരുടെ, പ്രത്യേകിച്ച് നമുക്ക് ആത്മബന്ധമുള്ളവരെ നമ്മൾ നന്ദിയോടുകൂടെ അനുസ്മരിക്കുമ്പോ നമുക്കതൊരു വല്ലാത്ത ഇബാദത്താണ്. തീർച്ചയായും കീഴ്മേൽ മറിഞ്ഞ ആധുനിക കാലത്ത് ഇത്തരം മഹാന്മാരുടെ ചരിത്രം നാം ഓർക്കുമ്പോ വരും തലമുറയ്ക്ക് ഇത് വലിയ ഗുണപാഠമാണ്, വലിയൊരു അധ്യായമാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് മാത്രമല്ല അടുത്ത തലമുറക്കും ഇതിന്റെ പുണ്യം ലഭിക്കുകയാണ്. നോക്കണേ, നിങ്ങൾ മഹാനവറുകളുടെ ജീവിതം കൂടുതൽ അറിയാനും പഠിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഇൽമുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിച്ചു. അത് എത്ര കണ്ട് വ്യാപ്തി കൂടിയോ അത്ര കണ്ട് മനസ്സ് വിശാലമായി മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ അല്ലാഹുവേ ദറജകൾ ഉയർത്തി കൊടുക്കണേ റബ്ബേ. മഹാനായ ഹസ്രത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുല്ലു വിആയിൻ, ഏത് പാത്രവും അതിലേക്ക് നിറക്കുന്നോറും അത് ടൈറ്റ് ആകും. ഇല്ലൽ ഇൽമു ഇല്ല വിആഉൽ ഇൽമ, ഇൽമിന്റെ പാത്രം ഒഴികെ. ഇൽമിന്റെ പാത്രത്തിൽ ഇങ്ങനെ നിറയുന്തോറും കദിത്തസ, അതിങ്ങനെ വ്യാപ്തമാവുകയാണ്. അല്ലേ, ഒരു കലത്തിലേക്ക് നാം വെള്ളമൊഴിച്ചാൽ അത് നിറയുന്നതോട് കൂടെ അത് ടൈറ്റായി. ഇല്ല ഇൽമൊഴികെ, ഇൽമ നിറയുന്തോറും. അങ്ങനെയാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു
അവസാനം ഒരുപാട് പഠിച്ചു. ആരാ? ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മാത്രമല്ല അതിന്റെ തഫ്സീറുകളടക്കം മനഃപ്പാഠമാക്കിയ മഹാനായ പണ്ഡിതനാണ് ഇമാമുന ശാഫി. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ദർസിൽ ചേരാൻ മദീനയിലേക്ക് വരുമ്പോ മക്കയിലെ ഗവർണറെ എഴുത്തുമായിട്ടാണ് മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ആ ദർസിൽ ചേരുന്നതിന്റെ 9 ദിവസം കൊണ്ട് മുഅത്ത ഹിഫ്ളാക്കി മഹാനായ ഇമാമുന ശാഫി. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഓർക്കണം, 9 ദിവസം കൊണ്ട് മുഅത്ത ഹിഫ്ളാക്കി മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ മഹാനായ സൈനുൽ ഉലമയുടെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ, സഹമാരോടൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുയുടെ ജീവിതമായിട്ട് കുറേ സമാനതകളുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ദർസിലേക്ക് മക്കയുടെ ഗവർണറെ എടുത്തും പിടിച്ചുകൊണ്ട് വരുമ്പോ ദുആ സമയത്താണ് സബക്കിലേക്ക് ദർസിലേക്ക് വരുന്നത്. അങ്ങനെ പുറകിലിരുന്നു. ദുഹാ മുതൽ ദുഹർ വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ഹദീസ് ക്ലാസ് നടക്കുകയാണ്. ലോകത്തുനിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മഹാന്മാരായ ഗടാഗടിയന്മാരായ പണ്ഡിതന്മാർ മുമ്പിലിരിക്കുകയാണ്. പുറകിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഓരോ വാക്കും ഹൃദയം കൊണ്ട് കേൾക്കുകയാണ്. കാതുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കുകയാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല. ഇടക്കിടക്ക് കൈകൊണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ എഴുതും. ഇത് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ കണ്ടു. മുത്തഅല്ലിമീങ്ങളെ ദർസ് കഴിഞ്ഞേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു. കുട്ടിയോട് ചോദിച്ചു, മോനെ അനക്കെന്താ പുറകുന്നൊരു പണി ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം ഹിഫ്ളാക്കുകയായിരുന്നു. ഫോട്ടോഗ്രാഫിക്കൽ മെമ്മറിയാണ്, പേപ്പർ റെക്കോർഡ് പോലെ അതിങ്ങനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെ കൈകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ കാണിക്കുന്ന എന്താ? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് ഉഖദത്ത് തോന്നുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഹൃദയത്തിലേക്ക് കയറാൻ മടി കാണിക്കുന്ന ഇൽമിനെ ഞാൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എഴുതി എന്റെ ഖൽബിൽ ഉറപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ കേട്ടതൊന്ന് പറയാൻ പറഞ്ഞു. ദുഹാ മുതൽ ആരംഭിച്ച ക്ലാസ് ദുഹർ വരെ നീണ്ട ക്ലാസ് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു പറഞ്ഞു കൊടുത്തു ഇമാമുന ശാഫി റളിയല്ലാഹു തആല. ഇത് കണ്ടതോടുകൂടെ പിന്നെ എഴുത്തൊന്നും വേണ്ട, എഴുത്തൊക്കെ കയ്യിൽ വെക്കാൻ പറഞ്ഞു. ദർസിൽ അംഗത്വം കൊടുത്തു. മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ദർസിൽ ചേരാൻ വരിക. ബാപ്പയിൽ നിന്നും 7 വർഷം ഇൽമ പഠിക്കുകയാണ്. സ്വന്തം പിതാവിൽ നിന്ന് 7 വർഷം കിതാബോധി ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ദർസിൽ വന്ന് ചേരാൻ വന്നതാ. നിർഭാഗ്യവശാൽ അപ്പൊ അവിടെ ഉസ്താദില്ല. പള്ളിയിലെ ഖാലിം ഖതീബും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫറായിദിന്റെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട മസലയ്ക്ക് പരിഹാരം നേടാൻ പള്ളിയിലേക്ക് ഏതാനും ആളുകൾ വന്നിരിക്കുന്നു. അവിടെ വിപ്രമാദമായ ചർച്ച നടക്കുകയാണ്, തർക്കം നടക്കുകയാണ്. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവിടെ ദർസിൽ ചേരാൻ വന്നതാണ്. കുറെ നേരം ദൂരെ നിന്നുകൊണ്ട് ഈ തർക്കങ്ങളൊക്കെ കേട്ടു. പരിഹാരമാകുന്ന ലക്ഷണം കാണുന്നില്ല. അവസാനം സൈനുൽ ഉലമ മെല്ലെ ചെന്നിട്ട് വിഷയങ്ങൾ കേട്ടു. അവസാനം ഒരു തീരുമാനം പറഞ്ഞു. എല്ലാവർക്കും സുസമ്മതരായി അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടുത്തെ ഖതീബ് പറഞ്ഞു, ഈ കുട്ടിയെ പറഞ്ഞയക്കാൻ പാടില്ല. അന്നത്തെ ദർസിലൊക്കെ അംഗത്വം കിട്ടണമെങ്കിൽ ഒറ്റയടിക്ക് അഡ്മിഷൻ കൊടുക്കൂലത്രേ. 2 ആഴ്ചയൊക്കെ ദർസിന് നിൽക്കാൻ പറയും. എന്നിട്ട് വല്ലതും തിരിയോന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളത്രേ ദർസ്, അല്ലെങ്കിൽ കുട്ടിയോട് പോകാൻ പറയും. മഹാനായ സൈനുൽ ഉലമക്ക് ദർസിൽ അംഗത്വം കിട്ടാൻ ഒരു പരീക്ഷയുടെ ആവശ്യം വന്നില്ല. ചെന്നപ്പോ തന്നെ അതിന്റെ മഹത്തായ ആ സന്ദേശം പറഞ്ഞു കൊടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ കാണാൻ പറ്റും. ഉസ്താദിന്റെ ഫത്വ തിരുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല. ഒരിക്കൽ മാലിക് ഇമാം റളിയല്ലാഹു തആലയുടെ അടുത്തേക്ക് ഒരു മസല ചോദിച്ച ഒരാൾ വന്നു. ഒരു തൊലാഖ് പ്രശ്നമായിരുന്നു. എന്താ തൊലാഖ്? ഒരാൾ പറഞ്ഞു, ചന്ദ്രനേക്കാളും നിന്റെ മുഖത്തിന് സൗന്ദര്യം അല്ലെങ്കിൽ അന്ത്യ മുത്തല്ലഖത്ത്, നീ തൊലാഖ് എല്ലപ്പെട്ടവളാണ്. ഇത് പറഞ്ഞോടുകൂടെ പിന്നെ അയാൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പെട്ടത്. അയാളെ ഭാര്യ അത്ര ചൊറുക്കൊന്നുമില്ല, അത്ര സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു പെണ്ണ. അപ്പൊ ആളുകളെടുത്ത്, ആലിമ്യങ്ങളെടുത്ത്, സമകാലികരായ ആലിമ്യങ്ങളെടുത്തൊക്കെ ചെന്നു.
എൻ്റെ ഭാര്യയുടെ തലാക്ക് പോവും. എല്ലാവരും പറഞ്ഞു പോവും. എൻ്റെ ഭാര്യ അത്ര വലിയ ഭംഗിയൊന്നുമില്ല, ചന്ദ്രന് എത്ര ഭംഗിയുണ്ട്. മാലിക് ഇമാം റളിയല്ലാഹു തആല അടുത്ത് മാലിക് ഇമാം പറഞ്ഞു അത് പോവും, തലാക്ക് പരിപാടി കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം. ആൾക്കാർ എന്താ എന്നൊരു ചെറിയ ഒരു വർക്കത്തിന് ചെറിയൊരു വേണം. ഞാൻ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم